ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മൾ നടക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഞാൻ വീണ്ടും ക്യാമറയായിട്ട് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങളും കൂടെ കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാൻ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലക്ഷ്യം ഞാൻ ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്പെങ്കിലും നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 2-3 കിലോമീറ്റർ നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നടന്നു കഴിയുമ്പോൾ നമ്മളൊരു 3 കിലോമീറ്റർ ഏകദേശം നടന്നു കഴിയുമ്പോൾ നമ്മൾ 6,000 സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ 8 മണിക്കൂറത്തെ ഡ്യൂട്ടിയും കൂടി ആകുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 10,000 സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ചിലപ്പോൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, അതൊന്നും വിഷയമല്ല. നമ്മളൊന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലും കുറഞ്ഞതൊരു 10,000 എങ്കിലും ചെയ്യണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബോഡി വെയ്റ്റിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ചെയ്യണ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും ഒരു സൈഡിലേക്ക് തന്നെ നടക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ റൈറ്റിലോട്ട് പോകണമെങ്കിൽ ഇന്ന് നമ്മൾ നേരെ അതിന് ഓപ്പോസിറ്റ് പോവുക, പിന്നെ നാളെ വേറെ സൈഡിലേക്ക് പോവുക. അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ മാറി മാറി നടക്കുമ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും നമ്മൾ എന്നും കാണുന്ന ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു ബോറടി ആയിരിക്കില്ല. അപ്പം നമുക്ക് നടത്താൻ നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പം ഞാൻ ചെയ്യണത് നമ്മൾ മാറി മാറി ഓരോ സൈഡിലേക്ക് പോവുക. ഇന്ന് നമ്മൾ പോണത് നമ്മുടെ ഇവിടെ ഒരു പോണ്ടുണ്ട്, ഒരു ലേക്ക്, ചെറിയൊരു തടാകം പോലെ. ചെറുതല്ലായിട്ട് നല്ല അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ചുറ്റും നമുക്കൊരു 2-3 കിലോമീറ്റർ നടക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ എപ്പോഴും പറയും പോലെ നമ്മുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാനായിട്ട് എനിക്കതൊരു നല്ലൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്ന ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും അവർ വീടിനകത്ത് ഒതുങ്ങിക്കൂടാതെ ഇതുപോലെ ഒരു ചെറിയ ഒരു വീൽ ചെയറായിട്ട് അവരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങും. വൈകുന്നേരം അവർക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷേ അവരുടെ സമയം വീട്ടിലിരുന്ന് ബോറടിക്കാതെ അവരും പുറത്തേക്ക് ഇറങ്ങും. അവരുടെ ആവശ്യങ്ങൾക്ക് ഷോപ്പിങ്ങിനും അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ അവർ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുക. അതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ. കാരണം നമ്മുടെ നാടുകളിലൊക്കെ ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ ഒരു 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങ് ഏജായിപ്പോയി എന്നൊരു തോന്നൽ അവർക്ക് തന്നെ സ്വയം വരുവാണ്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ എത്ര വയസ്സായാലും ഇവർ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അതാ ഇതിലാണ്. ഇവിടെ നിന്ന് നമുക്ക് റോഡ് കഴിഞ്ഞു. ഇനി നമ്മൾ അകത്തോട്ട് കയറിയിട്ട് ഒരു പാർക്കാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ പാർക്ക് കാണാനായിട്ട്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് കയറി. ഇനി നമുക്കിവിടെ വണ്ടികളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കൂളായിട്ട് നമുക്ക് ഏതിലെ വേണമെങ്കിലും നടക്കാം. നമ്മളിപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയല്ലേ, നല്ല പച്ചപ്പല്ലേ. ഇപ്പം ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ റിയലായിട്ടുള്ള ഇതിനകത്ത് വേറെ നമ്മൾ എഡിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കളർ കയറ്റും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിനകത്ത് കറക്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ഈ വീഡിയോയിൽ കാണുന്നത് അതുപോലത്തെ തന്നെ പച്ചപ്പാട്ടോ നമ്മൾ നേരിൽ കാണുമ്പോഴും. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിൽ ആറി തുടങ്ങിയിട്ടുള്ളത് തന്നെ നമുക്ക് നടക്കാനും നല്ല സുഖമാണ്. നല്ല തണുത്ത കാറ്റും തണലും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ്. ഇത് കണ്ട അമ്മച്ചിമാരാണെങ്കിലും അവരുടെ കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ട് ട്രോളിയിൽ ഇതുപോലെ വാഗണിനകത്ത് വണ്ടിയിൽ വെച്ചിങ്ങനെ ഉന്തിക്കൊണ്ട് അവരും പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. വൈകുന്നേരമായി കഴിയുമ്പോൾ ഇവിടെ എല്ലാവർക്കും പിന്നെ ഈ നടത്തം ഇവർക്ക് വലിയൊരു എന്താ പറയണേ, ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് ഇവിടെയുള്ള ആളുകളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ് നടത്തം എന്ന് പറയുന്നത്. എത്ര പ്രായമായാലും ഇവർക്ക് നടത്തമാണ് ഇവിടെ ഏറ്റവും വലിയ എക്സസൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾ നടക്കുന്ന ആളുകളെ കാണാം. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതിൻ്റെ അകത്ത് നമുക്കവിടെ ഒരു നെറ്റിട്ട് മെഷിട്ട് അവിടെ ക്രോസ് ചെയ്ത് വെക്കുകയാണ്. അവിടെ ക്രിക്കറ്റിൻ്റെ ഇതിൻ്റെ ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കോച്ചിങ്ങുകൾ കൊടുക്കുന്ന സ്ഥലവും പഠിക്കണ പിള്ളേരും അല്ലാണ്ട് ട്രെയിനിങ് ചെയ്യുന്നവരും എല്ലാവരും ചെയ്യുന്നൊരു ഏരിയ കേട്ടോ. അതുകൂടെ ഇങ്ങനെ മെഷിട്ട് അതിനെ കവർ ചെയ്തേക്കാണ് ഏരിയ. നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കാണാൻ പറ്റില്ല.
ഇവിടെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ പാർക്കിൻ്റെ എല്ലാ വശങ്ങളിലും ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള സിറ്റിങ്ങിനായിട്ട് ബെഞ്ചുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നടന്ന് മടുത്തഴും അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്കൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തടാകത്തിന് ചുറ്റും നമുക്കിങ്ങനെ നടക്കാട്ടെ. ഇതിന് ചുറ്റും ഇങ്ങനെ നമുക്ക് ഒരു റൗണ്ട് വെച്ച് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിൽ കൂടുതലാവും. നമുക്ക് ഒറ്റ റൗണ്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ 2 പോണ്ടുകളുണ്ട് ഇവിടെ, 2 തടാകമുണ്ട്. ഇത് ഒരെണ്ണം, ഇത് ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം കയറ്റി നിർത്തിയേക്കണ തടാകം കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം അപ്പുറ സൈഡിലുണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. അതിന് 2-ന് ചുറ്റും നമുക്ക് ഇതുപോലെ നടക്കാം. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം ഇവിടെ 2 കുഞ്ഞ് താറാവുകൾ കിടക്കണത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ കുറേ താറാവുകളുണ്ടാവും കേട്ടോ. ഇവർ 2 പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. കുറേ താറാവുകളുണ്ടാവും, നല്ല വലിയ വലിയ അരയണ്ണങ്ങളും ഒക്കെ അതേ വെള്ളത്തിൽ നിൽക്കണു. അതേ വെള്ളത്തിൽ കാണാമോ, അതേ നിൽക്കണു ഒരാൾ. അങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഒരു പാർപ്പിടം കൂടെയാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഞാൻ നടക്കുക കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങോട്ട് നടന്നുള്ളൂ. നമുക്കിരിക്കാൻ പാകത്തിനുള്ള ക്ഷീണമൊന്നും ആയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നു കേട്ടോ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് ആ ബെഞ്ചൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പിന്നെ അവിടെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കയറിയിരുന്ന് ഊഞ്ഞാലിടാനുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ അങ്ങോട്ട് പോകാൻ വഴി അപ്പുറ സൈഡിൽ നിന്നാണ്. അതല്ലേ നിങ്ങളെ കാണിച്ചു തരുന്നത്. വേണ്ട, ഇവിടെ ഒരാൾ കിടക്കണമെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ഒരാൾ കണ്ടോ. ഇപ്പോൾ വെള്ളത്തിലോട്ട് ചാടും. കണ്ടോ കണ്ട 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 പുള്ളി ചാടണില്ല കേട്ടോ. പുള്ളി നല്ല ധൈര്യം സംഭരിച്ച് അവിടെ നിൽക്കുവാണ്. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് പുള്ളിക്ക് വിഷയമല്ല. അവരിങ്ങനെ എപ്പോഴും ആളുകളെ കണ്ടു കിടക്കണില്ല, അതുകൊണ്ട് അവർക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. അവിടെ നിൽക്കട്ടെ, അതിനെ ശല്യപ്പെടുത്തണ്ട. അപ്പോൾ അങ്ങനെ നമുക്കിനി അതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് അതിലെ കേട്ടോ വഴി, അവിടെ ആളുകൾ വരണേണ്ട ആ വഴിക്കൊക്കെ കടന്നു പോകണം. അതിലെ അങ്ങോട്ട് പോകാം. കണ്ടോ, ഇതിനകത്തൊക്കെ നമുക്ക് ഇരുന്ന് ആടാം. നല്ല സ്ട്രോങ് ആട്ടോ. ഒരു സിസ് നെറ്റാണിത്. ഒരു സിസ് നെറ്റാണ്. നമുക്ക് ഇതിനകത്ത് ഇരുന്ന് ആടാം. പിന്നെ ഇതാ ഇതിനകത്ത് ഇവിടെ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ എഴുതി വെച്ചേക്കണേ. ഡ്രാഗൺ ആൻഡ് നത്തൂർ ഓരോ കിളികളുടെയും ഓരോ ചെറിയ ചെറിയ പ്രാണികളുടെയും കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാണ്. അതുപോലെ തന്നെ കുറച്ച് കിളികളുടെ അതിനകത്ത് ഇവിടെ അവർ ഈ കിളിയുടെ പേരിങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് ബാക്കി സ്പേസ് ഇട്ടേക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. അതാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഇത് കണ്ട, ഇതിനകത്തേക്കിടെ നമുക്കിങ്ങനെ കയറിയിട്ട് താഴോട്ട് ഇറങ്ങി അപ്പുറത്തേക്ക് ഇപ്പം ഒരു തൂക്കുപാലം പോലെ. അപ്പോൾ ഞാനൊന്ന് കയറട്ടെ. എൻ്റെ അമ്മയെ ആടണു. അയ്യോ, എൻ്റെ ക്യാമറ ഞാനും. ഓ മൈ ഗോഡ്, ഭയങ്കര രസമുണ്ട് കേട്ടോ. അയ്യോ, ഒരാവേശത്തിന് കയറിയതാണോ മോനെ, മൊത്തം ആടണു. അയ്യോ, ഞാനിവിടെ നടുക്ക് നിന്നിട്ടൊന്ന് ക്യാമറ തിരിച്ച് കാണിക്കാം. അത് കാണാമോ? അതേനാ ഇങ്ങനെ ആടണണ്ട. കൊള്ളാം, അടിപൊളി. ഞാനിതിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കയറാറില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് താഴത്തേക്ക് ഇറങ്ങണം. അയ്യോ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഇരുന്നിട്ട് ഇറങ്ങും. വേണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ, പക്ഷേ നല്ല സ്ട്രോങ് ആട്ടോ. നല്ല വലിയ ചെയിൻ ഇട്ടിട്ട്, നല്ല ബലമുള്ള നല്ല ചെയിൻ ഇട്ടിട്ടാണ് അതിന് അത് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം ഒരു പോണ്ട് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ വേറൊരു പോണ്ട് ഉണ്ടെന്ന്, അതാണ് ഈ കാണുന്നത്. ഇതന്നെ ആ പോണ്ടാണിത്. ഇതന്നെ കണ്ടോ. ശരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല വീഡിയോ കിട്ടാൻ അതിനുള്ള നല്ലൊരു ഏരിയ ചെന്നിട്ട് കാണിച്ചു തരാം.
ഇവിടെ കുട്ടികൾക്കുള്ള കുറച്ച് കേട്ടോ ഇങ്ങനെ നടക്കുക, ഇതിൽ പോയിട്ട് പടത്തെ പിടിച്ച് നടക്കുക, പിന്നെ അങ്ങനെ ഓരോ ചെറിയ ചെറിയ ആക്ടിവിറ്റി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള, പിള്ളേർക്കും വലിയ ആൾക്കാർക്കും, പിള്ളേർ വലുതൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാം. ഇത് കണ്ടോ, വേറെ സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സിസ് പഴം ഉണ്ടായി കിടക്കണം കേട്ടോ, എന്ത് പഴമാണെന്ന് അറിയില്ല കേട്ടോ, കഴിക്കാൻ കൊള്ളുമെന്നൊന്നും അറിയില്ല. ഇവിടെ കുറേ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ പഴങ്ങൾ ഇതുപോലെ നമുക്ക് കാണാം. നമുക്കറിയില്ല ഇത് കഴിക്കാൻ പറ്റണേണോ, എല്ലാം ഒന്നും നമുക്കറിയില്ലല്ലോ. അതെ, എന്ത് ഭംഗിയല്ലേ അത് കാണാൻ, കുഞ്ഞ് ബെറീസ് പോലെ നല്ല ഭംഗിയുള്ള പഴം. എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റണമായിരിക്കില്ല, ഇത് കിളികൾ കഴിക്കണമായിരിക്കും, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ നിൽക്കണത്. ആൾക്കാർക്ക് കഴിക്കാൻ പറ്റണേ ആൾക്കാർ കുറച്ച് കഴിക്കൂലേ, നമുക്ക് ഇഷ്ടം പോലെ. നല്ല ഭംഗിയല്ലേ, കിളികൾക്കൊക്കെ കഴിക്കാം. ഉണ്ടോ കണ്ടോ പിള്ളേർ വന്നിട്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ വലിയ ആൾക്കാർ പിള്ളേരൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. Das Ding dreht sich. Oh Mann. Ich habe mich so aufgehoben, wenn mein Hahn festgehalten und mir voll an den Haaren gezogen. Brauchst du noch viel Geld? Nee. Okay. കണ്ട, ഇതാണല്ലേ അടിപൊളിയല്ലേ, എന്ത് രസം നോക്കി. വൈകുന്നേരത്തെ ഒരു ചെറിയ വെയിലും നല്ല തണുത്ത കാറ്റും ഒക്കെ അടിച്ച് ഇതിൻ്റെ ചുറ്റും ഒരു 2 റൗണ്ടൊന്ന് നടന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏതാണ്ട് ഒരു 6000 സ്റ്റെപ്പ് എന്നുള്ളത് 7000 സ്റ്റെപ്പ് വരെ നമുക്ക് ആക്കാം. പിന്നെ ബാക്കി ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും കേട്ടോ. കാണാമോ, വെള്ളം അത്ര നല്ല ക്ലീൻ വാട്ടറൊന്നും അല്ല കേട്ടോ, വെള്ളം ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ശരിക്കും അതിൻ്റെ മേളിൽ ഇങ്ങനെ സഴുക്ക് പോലെയൊക്കെ കിടക്കണ കാണാം. പിന്നെ ഇതിനകത്ത് ഒത്തിരി താറാവുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത്, പിന്നെ മീനുണ്ട് കേട്ടോ, വലിയ മീനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കൂടെ അഴുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. അത്ര നല്ല വലിയ മണമൊന്നുമില്ല, പക്ഷെ നമ്മളിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മണം, വെള്ളത്തിന് മണവും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നീറ്റാണ്. പക്ഷെ വെള്ളം നമ്മൾ കാഴ്ചയിൽ വെള്ളം അഴുക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊപ്പം വർക്ക് ചെയ്യണ ഒരു പയ്യനാണ് കേട്ടോ. അവൻ ജോഗിങ്ങിനായിട്ട് വൈകിട്ട് വന്നേക്കുന്നതാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ ഒരു പയ്യനാണ്. ഇവിടെ ഒരു 4 ബെഞ്ച് നമുക്കിങ്ങനെ, ഇതിൻ്റെ ഒരു കോർണറാട്ടോ, ഈ പോണ്ടിൻ്റെ വന്നിട്ടൊരു കോർണറാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ വ്യൂ കിട്ടും കേട്ടോ. ആ പോണ്ട് മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ഫുൾ വ്യൂ ആയിട്ട് കിട്ടും, കാണാം. അടിപൊളി അല്ലേ, നല്ല ഭംഗി. ഇങ്ങനെ നമുക്ക് താഴെ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ഒരു കോർണറാണ്, ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കൂടുന്ന ഒരു ജോയിൻറ്റ് പോലെ ഇങ്ങനെ വന്നിട്ടൊരു കോണ് പോലെ വരണ ഒരു ഭാഗമാണ്. അതിന് ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള 4 ബെഞ്ചുകൾ അറേഞ്ച് ചെയ്ത്, അതായത് അതിൻ്റെ ഫുൾ വ്യൂ കിട്ടാൻ പാകത്തിന്. രാവിലെയൊക്കെ വന്നിരിക്കുവാണെങ്കിൽ ഇവിടെ നല്ല കാറ്റ്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല കാറ്റ്. അപ്പുറം സൈഡ് മലയാണ് കേട്ടോ. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം.
കണ്ട. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയാട്ടോ. മീനൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, അത് കുറച്ചും കൂടെ നടക്കട്ടെ മുമ്പോട്ട്. അത് കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളെ. അപ്പോൾ അപ്പനും അമ്മാമ്മയും അവർ കയ്യെ പിടിച്ച് നടക്കണുണ്ടോ. രണ്ടുപേരും കയ്യും ചേർത്ത് വെച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും കേട്ടോ. നല്ല ഭംഗിയില്ലേ, നല്ലൊരു കാഴ്ച. അതുപോലെ നമ്മളിങ്ങനെ ഇതിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് റോട്ടിലുള്ള എല്ലാ ചെടികളെ പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലേ. നമുക്ക് അറിയില്ലാത്ത ചെടികളൊക്കെ വളരെ കുറച്ചായിരിക്കും, പക്ഷെ എന്നാലും നമുക്കെല്ലാം തന്നെ അറിയാവുന്ന ചെടികളായിരിക്കില്ലേ. ഇവിടെ ഒരു കുഴപ്പമാണ്, നമുക്ക് ഒരു ചെടിയും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലെ ചെടികളായിട്ട് സാമ്യം പോലും ഇല്ല. ചില ചെടികളൊക്കെ നമുക്ക് സിമിലാരിറ്റി തോന്നും, പക്ഷെ അങ്ങനെയല്ല അത്. ഇത് കണ്ട നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പച്ച പോലത്തെ അതിന് മുകളിലൊരു പൂവൊക്കെ ഇട്ടു, പക്ഷെ സാധനം അതൊന്നും അല്ല കേട്ടോ. ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും ഇല്ല, ഇവിടെ ഒരു പച്ചയേ ഉള്ളൂ. അതിന് മൊത്തത്തിലൊരു നല്ല പച്ചപ്പ്, നല്ലല്ലേ. ഒരു 3-4 കിലോമീറ്റർ ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാം നമുക്ക്. അപ്പോൾ ഞാനിനി ഇപ്പോൾ ഒരു അരമണിക്കൂറോളമായി നമ്മളിങ്ങനെ നടക്കണം. അപ്പോൾ ഇനി ഏകദേശം ഒരു 1 മണിക്കൂറും കൂടെ 1.5 മണിക്കൂറും കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നടത്താൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ നടക്കട്ടെ. എനിക്കപ്പോൾ നിങ്ങൾക്കിങ്ങനെ ചുറ്റും ക്യാമറ പിടിച്ചിട്ട് എനിക്കിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ നടത്തം ഇതാവും, സ്പീഡ് കുറയും, നമ്മുടെ നടത്തത്തിന് ഒരു ഫ്ലോ കിട്ടില്ല. അപ്പോൾ ഞാനിനി കുറേ കൂടെ നടക്കട്ടെ കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കട്ടെ. ഞാനതിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് നീങ്ങി വന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി നാളെ നമ്മൾ അടുത്ത വശത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.